ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, അതിനകത്ത് പേജ് നമ്പർ 55 നമ്മളിപ്പം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെയാണ്. ഇപ്പം നന്നായിട്ട് മനസ്സിലാക്കി ചെയ്തു നോക്കുക. ഇപ്പം പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക കേട്ടോ. ഒരിക്കലും മാത്സ് ബൈ ഹാർട്ട് പഠിക്കരുത്, ഒരിക്കലും കാണാപ്പാഠം പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ഓരോ ക്വസ്റ്റ്യൻസും അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ക്ലിയറായിട്ട് പോവുക. കാരണം മാത്സിന് ഒരിക്കലും സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരത്തില്ല. ഇനി വരുന്നത് കാണും, പക്ഷെ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പ്രൂവ് ദാറ്റ് ഒക്കെ ചിലർക്ക് ഇപ്പം നമ്മൾ പറയും പ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ഉണ്ട്, എനിക്കത് ഇഷ്ടമില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ വെച്ചാൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ തോന്നും കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉള്ളൊരു നമുക്കിപ്പം ചിലർക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടായിരിക്കും ഇഷ്ടം. പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. പക്ഷേ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്ത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് അതിനെ എന്താ പറയുന്നത്, അതിനെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താനും ഒക്കെ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾ ഒഴിവാക്കാതെ അതും ഈ ചാപ്റ്ററിനകത്ത് ഒത്തിരി പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ എഴുതിയൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓക്കെ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഒരു സർക്കിളിൽ, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസും എവിടെയായിരിക്കണം? ഒരു സർക്കിളിലായിരിക്കണം. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് പിക്ചറിലുള്ളതുപോലെ ഫസ്റ്റ് പിക്ചറിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ എൻഡ് പോയിൻ്റ് ഇവിടെ ഇപ്പം 4 പോയിൻറ്റ്സ്, ക്വാഡ്രിലാറ്ററലിൻ്റെ 4 പോയിൻറ്റ്സും ഈ ബ്ലൂ കളറിലുള്ള സർക്കിളിലാണ് ഉള്ളത്. അപ്പോൾ അതിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പം എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് ആ നമ്പേഴ്സ് ഒന്നും ഇല്ലാതെ ടീച്ചർ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേറെ വരയ്ക്കാം. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. ഇവിടെ നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലുണ്ട്. ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ്, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഔട്ടർ ആംഗിൾ എന്ന് പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ ഔട്ടർ ആംഗിൾ. ഇനി ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൂവ് ചെയ്യാനായിട്ട്. നമുക്ക് വേറൊരു സർക്കിളും വേറൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം, എന്നിട്ട് അതിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ചു, അതിനുശേഷം നമുക്കവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് നമുക്ക് ഓരോ പേരുകൾ കൊടുക്കാം. അപ്പം പേര് കൊടുക്കുന്നത് ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് അല്ലേ. ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, നമുക്ക് ഇവിടുത്തെ വെർട്ടെക്സ് തന്നെ എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നീട്ടി വരയ്ക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ ആ ആംഗിൾ ഏതാണ്? ഇതാണ് ആ ആംഗിൾ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ നമ്മൾ എടുത്തു. ഈ ആംഗിളും ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതേപോലെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഔട്ടർ ആംഗിൾ എടുക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും എടുക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, പി ടി എന്നിടുന്ന പ്രൂവ് ദാറ്റ് ആംഗിൾ എന്താണ്? ആ ആംഗിൾ, അപ്പോൾ നമുക്കിവിടെ ഒരു എ ബി സി ഡി വരെ ആയല്ലോ, ഇതിന് ഇ എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ സി ബി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ, ഇതിൻ്റെ പേരിന് എ സി ഡി എ എന്ന് എഴുതാം. ആംഗിൾ സി ഡി എ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമ്മൾ കാണിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്ക് എന്ത് കാര്യമാണ് അറിയാവുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം ആണല്ലോ.
ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിന്ന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു റിലേഷനിലേക്ക് വേണം, ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുവാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെർട്ടെക്സ് ഇതല്ലേ ഇന്നർ വെർട്ടെക്സ്, അപ്പോൾ ഇതും തമ്മിൽ കൂട്ടുമ്പോൾ 180 ആയിരിക്കും കിട്ടുന്നതെന്നുള്ളത് ആദ്യം നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഈ പോയിൻ്റ് ബി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ആംഗിൾസിൻ്റെ നമുക്ക് പേരുകൾ എഴുതാം. അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ഏതാണ്, ഇതാണ് ABC എന്ന് പറഞ്ഞ ആംഗിൾ. ഇനി ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, അതായത് ആംഗിൾ ADC. ആംഗിൾ ADC ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതാണ് അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രണ്ട് ആംഗിൾസ് ഇവിടെ കൂടുമ്പോൾ എത്രയാണ്? അതായത് ആംഗിൾ ഇവിടെ വരുമ്പം ആംഗിൾ അതിൻ്റെ പേരെന്താണ്? ABC. ആംഗിൾ ABCയും ആംഗിൾ CBEയും ആംഗിൾ CBEയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ്. അതിൻ്റെ റീസൺ എന്താ? ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയർ, അതായത് ഒരു ലൈനിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും അല്ലേ? ലീനിയർ പെയർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ള ആംഗിൾ CB ഈസിക്കൽ ടു ആംഗിൾ CDAയിലേക്ക് വേണം നമുക്ക് വരാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണെന്ന് എഴുതി. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് AE എന്ന് പറഞ്ഞൊരു ലൈനാണ്. അപ്പോൾ ലൈനിലുണ്ടായിരിക്കുന്ന ഈ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഈസിക്കൽ ടു 180 ഡിഗ്രി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിയേ, ഇതൊന്ന് ഇത് രണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനകത്തും ഇത് രണ്ടിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? അതായത് ഇത് രണ്ടും 180 ഡിഗ്രി ആയതുകൊണ്ട് ഈ സൈഡിൽ ഇവിടെയും 180 ഡിഗ്രി ആയതുകൊണ്ട് ഇതും ഈക്വൽ ആണെന്ന് എഴുതാം. അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC ഈസ് ഈക്വൽ ടു ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE. ഇനി ഇതിനകത്ത് നോക്കിയേ, ഈക്വൽ ഇട്ട് എഴുതി. അപ്പോൾ ഇവിടെ ABC ഉണ്ട്, ഈ ABCയും ഈ ABCയും കട്ടാവും. പിന്നെ മിച്ചം എന്താ ഉള്ളത്? ആംഗിൾ ADC ഈസ് ഈക്വൽ ടു ആംഗിൾ CBE. നമുക്ക് എന്താ വേണ്ടിയിരുന്നത്? ആംഗിൾ CBE ഈസ് ഈക്വൽ ടു ആംഗിൾ CDA. ഈ CDA തന്നെയാണ് ADC എന്ന് കിടക്കുന്നത്. നമുക്ക് അതുപോലെ തിരിച്ചെഴുതാം. അതായത് ആംഗിൾ ADC എന്ന് പറഞ്ഞാലും CDA എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ? CDA ഈസ് ഈക്വൽ ടു ആംഗിൾ CBE. അപ്പോൾ നമുക്ക് പ്രൂഫ് കിട്ടി അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്കത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് എന്ത് എഴുതും? ദെയർഫോർ ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഇവിടെ തൊട്ടുള്ളത് അങ്ങ് എഴുതണം. Therefore in a cyclic quadrilateral the outer angle at any vertex is equal to inner angle at the opposite vertex. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഒരു നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയത്തിൻ്റെ കാര്യമാണ്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന്, സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്നും പിന്നെ ലീനിയർ പെയർ ആണെന്നും. അപ്പം അതിൽ നിന്ന് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് എത്തി. ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് എഴുതി. അതിൽ നിന്നാണ് നമുക്ക് ഇത്ര എത്തിയത്. അപ്പോൾ ഇത്രയും മാത്രം എഴുതിയാൽ പോരാ. ഇതിൻ്റെ ലാസ്റ്റ് എന്തുകൂടെ എഴുതണം? ഈ ക്വസ്റ്റ്യനകത്തുനിന്ന് therefore in a cyclic quadrilateral the outer angle at any vertex is equal to the inner angle at the opposite vertex എന്ന് കൂടി എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ്
പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ 4-മത്തെയാണ്. ഇത് പാരലോഗ്രാം പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഓക്കെ, അതാണ് 3-മത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 4-മത്തെയാണ് ടീച്ചർ പറഞ്ഞ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് 3-മത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്ക് 3-മത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പാരലോഗ്രാം എന്ന് പറയുമ്പം നമുക്ക് പാരലോഗ്രാം ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയുമ്പം നമുക്കവിടെ കൺഫ്യൂഷൻ വരരുത്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡഡ് ആയിട്ടുള്ള പോളിഗണിന് കോമൺ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ പെൻറ്റഗണെന്നും ഹെക്സഗണെന്നും ഒക്കെ പറയുന്ന പോലെ ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് 3 സൈഡുള്ള ഫിഗറിന് ട്രയാങ്കിൾ, 4 സൈഡ് വരുമ്പം ക്വാഡ്രിലാറ്ററൽ. ഇനി ക്വാഡ്രിലാറ്ററലിൻ്റെ ഫാമിലി തന്നെ ഉള്ള 4 സൈഡ്സ് വരുന്ന പല പ്രോപ്പർട്ടീസ് ഉള്ളതിനാണ് നമ്മൾ പാരലോഗ്രാം എന്നും ട്രപ്പീസിയം എന്നും റോംബസ് എന്നും ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി പാരലോഗ്രാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. അതായത് ഏത് പാരലോഗ്രാം എടുത്താലും, അപ്പോൾ ഒരു റെക്ടാങ്കിൾ ഒരു പാരലോഗ്രാമാണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി വരുന്നതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം റെക്ടാങ്കിളും എന്ത് തന്നെയാണ്, ഒരു പാരലോഗ്രാം തന്നെയാണ്. പക്ഷേ പാരലോഗ്രത്തിന് എല്ലാം 90 ഡിഗ്രി ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ അല്ലാതെ വരുന്ന പാരലോഗ്രാംസ് സൈക്ലിക് ആയിരിക്കത്തില്ല. അതായത് അങ്ങനെ വരയ്ക്കുന്ന പാരലോഗ്രാം വെച്ച് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനായിട്ടല്ലേ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകത്തില്ല. അപ്പോൾ അത് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ടീച്ചർ ആദ്യം ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നേരത്തെ പോലെ തന്നെ റഫ് ഫിഗറാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. പാരലോഗ്രാത്തിന് നമുക്ക് നേരത്തെ പോലെ പേരുകൾ കൊടുക്കാം. A, B, C, D. ഓക്കെ, പാരലോഗ്രത്തിൻ്റെ പേരുകളാണ് ABCD എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് ABCD എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാമാണ്. ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഈസ് എ പാരലോഗ്രാം. ഇനി അതിനകത്ത് ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ആംഗിൾ എയും ആംഗിൾ സി എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്ത് തന്നെയാണ്, തുല്യമാണ്. കാരണം പാരലോഗ്രത്തിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതൊരു സൈക്ലിക്, ഇത് സൈക്ലിക് ആകത്തില്ല എന്നാണ്. അതായത് റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും സൈക്ലിക് ആവത്തില്ല എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി നമ്മൾ എഴുതാൻ കാരണം എന്താണ്, പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് എ സൈക്ലിക്, അതായത് ഇപ്പോൾ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെയും കൂട്ടുമ്പോൾ എന്ത് വരണം, 180 ഡിഗ്രി വരണം. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഇപ്പം ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്, നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ എയും ആംഗിൾ സിയും എത്ര ഡിഗ്രി വീതമായിരിക്കും വരുന്നത്, 90 ഡിഗ്രി വീതമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ആംഗിൾ എയും ആംഗിൾ സിയും 90 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ഇതിനകത്ത് 90 ഡിഗ്രി വീതം വരുമോ, ഇല്ല. അപ്പോൾ ഈ പാരലോഗ്രത്തിനകത്ത് ആംഗിൾ എയും ആംഗിൾ സിയും ഒരിക്കലും 90 ഡിഗ്രി ആയിട്ട് വരത്തില്ല. ഇതിന് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും 90 ഡിഗ്രി ആയിട്ട് വരുന്നത് എന്താണ്, റെക്റ്റാങ്കിളിനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് പ്രൂവ് ചെയ്യാം, അതായത് therefore any parallelogram which is not a rectangle is not സൈക്ലിക് ആയിരിക്കത്തില്ല. അത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രമാണ് ABCD എന്തായിരിക്കും, അതായത് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ABCD പാരലോഗ്രാം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക ചെയ്തിരുന്നത്. പക്ഷേ ഇത് ABCD എന്താണ്, ABCD പാരലോഗ്രാം ആണ്, പക്ഷേങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള പാരലോഗ്രാം ആണ്. അല്ലാതെ റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രാം ഒരിക്കലും എന്താവത്തില്ല, സൈക്ലിക് ആവത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എന്ത് എഴുതിയാൽ മതി, therefore any parallelogram which is not a rectangle is not
സൈക്ലിക്. ഇപ്പം ഓർത്ത് നോക്കിയേ, ഇവിടെ എന്തായാലും ഈക്വൽ ആയിട്ടായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നത്. പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇപ്പോൾ 180 വരാൻ സാധ്യത വരുന്നത് 90ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 60 ആണെങ്കിൽ ഇത് 60 വരുമ്പം സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് 120 വരുന്നത്. 180 ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം വന്നാലേ ഉള്ളൂ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഇത് 120 ആണെങ്കിൽ ഇത് ഓൾവേസ് 120 ആയിരിക്കും. അപ്പം 120 + 120 240 ആയിരിക്കും വരുന്നത്. അപ്പം ദാറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 180. 180 വന്നാൽ മാത്രമേ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകത്തുള്ളൂ. അപ്പം ഒരു പാരലോഗ്രാം റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രമാണ് സൈക്ലിക് ആവുന്നത്. റെക്റ്റാങ്കിൾ അല്ല എന്നുണ്ടെങ്കിൽ പാരലോഗ്രാം ഇറ്റ്സ് നോട്ട് എ സൈക്ലിക്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഇത് നന്നായിട്ട് നമ്മൾ അതാ പറഞ്ഞത്, കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കതൊന്ന് നമ്മളതിൻ്റെ റീസൺ പറഞ്ഞ് നമ്മളതിനെ എന്താ പറയുന്നത്, നമ്മളതിൽ ലോജിക്കലി നമ്മളതിനെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും അതൊരു സൈക്ലിക് ആവത്തില്ല. ഏത് പാരലോഗ്രാം എടുത്താലും അത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാത്രമാണ് സൈക്ലിക് ആവുന്നത്. റെക്റ്റാങ്കിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സൈക്ലിക് ആവില്ല. അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കണം. പക്ഷേ പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ആണ്. ഇപ്പം 90 ഓപ്പോസിറ്റ് ആംഗിൾ വന്നാൽ മാത്രമാണ് സമ്മ് 180 വരുന്നത്. അല്ലാതെ വരാനായിട്ട് ഒരു പോസിബിലിറ്റി പോലും ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം നമ്മുടെ 4th ക്വസ്റ്റ്യനും ഏകദേശം ഇതാണ്. പ്രൂവ് ദാറ്റ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഇപ്പം എന്താണ് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം നമ്മൾ നോക്കണം. ഇപ്പം നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം വരച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ആൻസറിലേക്ക് പോകാനായിട്ട്. അപ്പം എന്താ ട്രപ്പീസിയം എന്നറിയാവോ? വൺ സൈഡ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലാണ് ട്രപ്പീസിയം അല്ലേ? അതായത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയമാണ്. ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ സൈഡ്സ് ഉണ്ടല്ലോ, അത് ഈക്വലാണ്. ഈ സൈഡ്സ് ഈക്വലാണ്. അതുപോലെ തന്നെ ഈ ട്രപ്പീസിയം ആകുമ്പോൾ ഓൾവേസ് ഈ അതായത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പാരലായിട്ട് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഇതുമാണ് പാരലൽ. ഇനി മറ്റ് 2 സൈഡ്സ് നോൺ പാരലൽ സൈഡ്സ് ആയിരിക്കും. അതാണ് ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിപ്പം ഐസോസ്ലെസ് ട്രപ്പീസിയമാണ്. ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വൺ സൈഡ്, ഇപ്പോൾ ഈ സൈഡാണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കും. ഇനി ഈ 2 സൈഡ്സ് ഈക്വൽ അല്ലാത്ത ട്രപ്പീസിയംസ് വരും. അതാണ് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇപ്പം ട്രപ്പീസിയം എന്നുള്ളത് ബേസിക്കലി അറിയാമായിരിക്കണം. ട്രപ്പീസിയത്തിനകത്ത് ഇപ്പം ട്രപ്പീസിയം എന്ന് പറയുന്നത് ഏത് ഫാമിലിയിൽപ്പെട്ടതാണ്? ക്വാഡ്രിലാറ്ററൽ ഫാമിലിയിലാണ്. 4 സൈഡ്സ് ഉള്ളതിനകത്ത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും, അതർ പെയർ നോൺ പാരലലായിരിക്കും. ഇനി ഐസോസ്ലെസ് ട്രപ്പീസിയം ആണെങ്കിൽ അതിനകത്ത് ഈ നോൺ പാരലലായിട്ട് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഐസോസ്ലെസ് ട്രപ്പീസിയത്തിൽ. ഓക്കെ, ഇനി നമുക്കിവിടെ വേണ്ടത് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം നോട്ട് സൈക്ലിക് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതല്ല നമുക്ക് ചെയ്യേണ്ടത്, നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ 2 സൈഡ്സും എന്തല്ല, ഈക്വൽ അല്ല. അപ്പോൾ അത് ഈക്വലായിട്ട് വരുമ്പോഴാണ് ഐസോസ്ലെസ് ആവുന്നത്. ഇത് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയമാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പേര് കൊടുക്കാം. ABCD എന്ന് തന്നെ പേര് കൊടുക്കാം. ABCD. യെസ്, നമ്മൾ പേര് കൊടുത്തു. ഇനി നമുക്ക് ആദ്യം എഴുതി വെച്ചേക്കാം. ABCD ഈസ് എ നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം. ഐസോസ്ലെസ് ട്രപ്പീസിയം. ഈ ഫസ്റ്റത്തെ ഫിഗർ ടീച്ചർ ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വരച്ച് തന്നേ ഉള്ളൂ. ഇത് ഈ ക്വസ്റ്റ്യനകത്ത് ആവശ്യമില്ല കേട്ടോ, അത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ എന്ത് ഈക്വൽ അല്ല? AD ഈസ് നോട്ട് ഈക്വൽ ടു CB. AD അത് നമുക്ക് എഴുതാമല്ലോ. AD ഈസ് നോട്ട് ഈക്വൽ ടു BC എന്ന് എഴുതാം. ഇനി അടുത്തത്, ഇനി നമുക്കിത് ABയും ട്രപ്പീസിയമാണ്. അപ്പം AB പാരലൽ ടു CD ആണ് അല്ലേ? ട്രപ്പീസിയം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? AB ഈസ് പാരലലിൻ്റെ ഇങ്ങനെ സിമ്പിളാണിത്, പാരലൽ ടു CD. ABയും CDയും പാരലലാണ്. അപ്പോൾ പാരലാകുമ്പം എന്താണ്, നമുക്കിതിനകത്തുനിന്ന്
നമുക്ക് പ്രൂവ് ചെയ്യാൻ, അതായത് നോട്ട് സൈക്ലിക് എന്ന് കാണിക്കണമെങ്കിൽ എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആകത്തില്ല എന്ന് വേണം കാണിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഇപ്പോൾ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല, ഫസ്റ്റ് നമുക്ക് ഈ ആംഗിളും ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പം എന്തായിരിക്കും കിട്ടുന്നത്? ഇത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഇപ്പോൾ എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ 2 പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 2 ആംഗിൾസും അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസാണ്. അപ്പോൾ കോ ഇൻറ്റീരിയർ 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ഡി സിയും എ ബിയും പാരലൽ ലൈൻസ് ആകുമ്പം അതിനെ കട്ട് ചെയ്യുന്ന ആംഗിളാണ് ഇത്, ലൈനാണത്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പാരലൽ ടു സി ഡി ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് എങ്ങനെ എഴുതാം? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും, ആണല്ലോ. അപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ എയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അതിൻ്റെ റീസൺ എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് എഴുതുക. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആണല്ലോ. ഐസോസ്ലസ് ട്രപ്പീസിയം ആയിരുന്നപ്പം ഈ ആംഗിളും ഈക്വൽ ആയിരുന്നു, ഈ ആംഗിളും ഈക്വൽ ആയിരുന്നു. പക്ഷേ ഇത് എ ബി സി ഡി നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഈ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കുമോ? ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. കാരണം എന്താണ്? നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഡിയും ബിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുമായിരിക്കുമോ? ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരുന്നെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ 180 ഡിഗ്രി പറഞ്ഞതുപോലെ നമുക്ക് ആംഗിൾ എയുടെ സ്ഥാനത്ത് ആംഗിൾ ബി എന്ന് കൊടുക്കാമായിരുന്നു. അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഇത് ഈക്വൽ ആയിരുന്നെങ്കിൽ. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈക്വൽ. അത് ഈ നോട്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം നമുക്ക് ആ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതായത് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ഫസ്റ്റ് ഈ ഫിഗറിൽ തന്നെ നോക്കുക. ഈ ഫിഗറിനകത്ത് സി ഡിയും എ ബിയും പാരലൽ ലൈൻസ് ആണ്. അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് എ ഡി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണിത്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതായത് സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മളിവിടെ എന്തെഴുതിയത്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമ്മൾ എഴുതിയത്. ഇനി ഇത് തമ്മിൽ 180 ഡിഗ്രി, നമുക്കിത് നോൺ സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോൺ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടത്തില്ല എന്ന് നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പോൾ ഇതും ഓപ്പോസിറ്റ് ആംഗിൾ അല്ലല്ലോ, പക്ഷേ ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അപ്പം അതുപോലെ തന്നെ ഇതും അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുന്നുണ്ടോ എന്ന് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഈ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണോ നോക്കും. തുല്യമല്ലല്ലോ, കാരണം ഇത് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും ഒരിക്കലും തുല്യമായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാൻ പറ്റത്തില്ല. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. ദെയർഫോർ എ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ആ ക്വസ്റ്റിനകത്ത് പ്രൂവ് ദാറ്റിനകത്ത് എല്ലാം ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് എന്താണോ പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത് ആ സെൻറ്റൻസ് ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ,
അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്കൊരു നമ്പറോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിലൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാകണം. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലായാൽ നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് എക്സാമിന് വന്നാൽ നമുക്ക് എഴുതി വെക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് കാണാം. ടാറ്റാ.